ഈ ബോച്ചേണ്ണൻ്റെ ഏതോ ഒരു പിരി ലൂസായിട്ട് ഏതോ ഒരു കിളി തലേന്ന് ടുസ്ക് എന്ന് പറഞ്ഞ് പറന്ന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. വലിയ ബോംബൊന്നുമല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു. ആറന്മുള കോറിക്കാരെ വലിയ ബോംബ് പൊട്ടിക്കുന്നു. ഇവിടെ പൊട്ടിക്കും. ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. എന്നെ അറസ്റ്റ് ചെയ്യണം സാറേ, അവനെ പിടിച്ച് അകത്തിട് സാറേ അവനെ അറസ്റ്റ് ചെയ്യും, അവൻ്റെ കടിയങ്ങ് തീരിട്ട്. അതാണ് അവൻ്റെ പ്രശ്നം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാൻ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ ദ്വയാർത്ഥ വീരൻ, നമ്മുടെ സ്വന്തം ജനപാവങ്ങളുടെ നന്മയോളിയായിട്ടുള്ള ബോച്ചയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ബോച്ചേണ്ണൻ്റെ ഏതോ ഒരു പിരി ലൂസായിട്ട് ഏതോ ഒരു കിളി തലേന്ന് ടുസ്ക് എന്ന് പറഞ്ഞ് പറന്ന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പുള്ളിക്കാരൻ അറസ്റ്റായതിനു ശേഷം ഇവരുടെ വക്കീൽ അതികഠിനമായിട്ട് പ്രയത്നിച്ച് സകലമാന ലൂപ്പ് ഹോൾസും കണ്ടുപിടിച്ച് നൂലാമാലകളെല്ലാം തീർത്ത് പുള്ളിക്ക് ജാമ്യം മേടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് ജാമ്യം വേണ്ട, മറ്റേ ലൈനകത്ത് അരി വീടുമല്ലോ കല്യാണരാമൻ, അതെന്താണ് നിനക്ക് തിന്നണ്ടാത്ത, ഇവൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത ആ സെറ്റപ്പ് പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ട് ജാമ്യം കൊടുത്തപ്പോൾ പുള്ളിക്കാരന് ജാമ്യം വേണ്ട. പുള്ളിക്കാരൻ അവിടുത്തെ പാവങ്ങളുടെ നിർധനരായിട്ടുള്ള ആളുകൾ ജാമ്യം കിട്ടിയിട്ടും പണമടയ്ക്കാൻ പറ്റാത്ത നിർധനരായ ആളുകളുടെ വിഷമം കാണാൻ വേണ്ടി അതിനകത്ത് കിടന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി അതിരൂക്ഷമായി വിമർശിച്ച സാഹചര്യത്തിൽ ഈ വക്കീൽ അദ്ദേഹത്തെ അറിയിച്ചു, എൻ്റെ പൊന്നളിയ അകത്ത് കടന്നു കഴിഞ്ഞാൽ നിൻ്റെ കാണിച്ചാൽ കടന്നു കഴിഞ്ഞാൽ നീ അകത്ത് കിടക്കും, ജീവനം കൊണ്ട് ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആശാൻ വീണ്ടും രജനി മാസ് അടിച്ചു. മാസ് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. കോടതി ഇലക്ഷൻ അല്ലല്ലോ, പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ ഒരു നന്മമരം കളിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഇറങ്ങുമ്പോൾ ഒരു ഗുമ്മുണ്ടാകണമല്ലോ. ഇപ്പോൾ ഉള്ള ഈ ചീത്തപ്പേരെല്ലാം തേഞ്ഞു മാഞ്ഞ് പോരണമെങ്കിൽ നന്മ കൊണ്ട് അതിനെ പൊതിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ സ്ഥിരമായി പറയുന്ന പോലെ ഏണി വെച്ച് കയറി നെഞ്ചത്താക്ക് ബുള്ളറ്റ് മേടിച്ച് കൊള്ളുന്നത് പോലത്തെ ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന കുറച്ച് പേരും പുരുഷന്മാരുടെ എന്തോ ഒരു സംഘടന, ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും ഇവൻ്റെയൊക്കെ പ്രാന്ത് കണ്ടോ. ആ ബോച്ച് ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കണം. വലിയ ബോംബൊന്നുമല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു. ആറന്മുള കോറിക്കാരെ വലിയ ബോംബ് പൊട്ടിക്കുന്നു. ഇവിടെ പൊട്ടിക്കും. ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. എന്നെ അറസ്റ്റ് ചെയ്യണം സാറേ, അവനെ പിടിച്ച് അകത്തിട് സാറേ അവനെ അറസ്റ്റ് ചെയ്യും, അവൻ്റെ കടിയങ്ങ് തീരിട്ട്. അതാണ് അവൻ്റെ പ്രശ്നം. അവൻ ബോച്ചച്ചാട്ടൻ്റെ കൂടെ പോയി കിടക്കട്ടെ, അവനെ പിടിച്ച് അകത്തിട്. അവന് പടക്കം പൊട്ടിക്കണം. ഇപ്പോൾ അത് ഓവർ ഷോയാണ്. ഈ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അദ്ദേഹത്തിനെ പോലെ സൈക്കോ ആയോ എന്നൊരു ചോദ്യമാണ് എനിക്കിപ്പോൾ സംശയമുള്ളത്. ബാക്കി കാണാം. മാറി ആർക്കും ശല്യമില്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ബോബിച്ചമ്മന് വേണ്ടി ഞങ്ങളുടെ ഓൾക്കാര മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനും അതും പാവം ബോച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നത്. പിന്നെ പുള്ളി അകത്ത് പോയത് ഈ നാട്ടിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മേടിക്കാൻ പോയിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പുണ്യപ്രവൃത്തി ചെയ്തതിന് പുള്ളിയെ പിടിച്ച് ജയിലിലിട്ടതല്ല. ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക പരാമർശം ദ്വയാർത്ഥം നിറഞ്ഞ വാക്കുകളിലൂടെ അടിച്ചതിനാണ് പുള്ളി അകത്തിട്ടതെന്നും കൂടെ ഓർമ്മ വേണം. ആ പുള്ളി നല്ലവനായ ആ പുള്ളിയുടെ ജയിൽ മോചനത്തിന് ദണ്ഡിയാത്രയ്ക്ക് ഗാന്ധിജിക്ക് ഇട്ടിട്ടില്ല ഇതെല്ലാം പടക്കം പൊട്ടിയത്. പ്രസ്താവന നടത്തിയതാണ് മാലയിട്ട് പടക്കം പൊട്ടി സ്വീകരിക്കുന്നത്. ബോച്ച ജയിലിറങ്ങിയ സന്തോഷം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കും. എവിടെയാണെങ്കിൽ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയിൽ പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും? നാളെ വേറൊരാൾ പടക്കം ജപ്തിന് പറഞ്ഞ് ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും? അപ്പോൾ ഇതാണ് സംഭവം. ആ പോലീസുകാർ ചോദിച്ച ചോദ്യം വളരെ ജെന്യൂൻ അല്ലേ? നാളെ
നാളെ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടെ മാറ്റി പടക്കം പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഫോടന വസ്തുവാണ്. അതിൽ നിന്നും എന്ത് തരം മരുന്നാണ് നിങ്ങൾ കുത്തി നിറച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. മിനിമം ബോധം വേണ്ടേ? ഈ ഓൾ കേരള മെൻസ് അസോസിയേഷനാണ് ഈ പണ്ടാരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവർ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ പ്രണവ് പ്രവീൺ വിഷയത്തിൽ ഇടപെട്ട ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ പോലെ വെബ്സൈറ്റ് ഒന്നും ഇല്ലടേ, ഫേസ്ബുക്ക് പേജ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പും കൂടാ, വെബ്സൈറ്റ് പേജ് അല്ലല്ലോ, ഗ്രൂപ്പ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന ഈ സംഘടന പുരുഷന്മാർക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണ്. നാടെങ്ങും സ്ത്രീ സമത്വത്തിനും ശാക്തീകരണത്തിനും വേണ്ടി മുറവിളി ഉയരുമ്പോൾ പുരുഷന് അർഹമായ സാമാന്യ നീതി പോലും നിഷേധിക്കപ്പെടുന്നു. നമ്മുടെ ഈ യുഗത്തിൽ പുരുഷ സമൂഹത്തിൻ്റെ സ്വയം പ്രതിരോധമാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നല്ലതാണ് മുന്നേ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എന്തു ചെറ്റത്തരം കാണിച്ചാലും ബേസിക്കലി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന മിക്ക സ്ത്രീ സംഘടനകളും പ്രവർത്തിക്കുന്ന പോലെ തന്നെ പുരുഷന്മാർ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് മാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോച്ച ഇവിടെ വന്ന് പ്രസംഗം നടത്തി ഈ പടക്കം പൊട്ടിയും എല്ലാം പുള്ളിക്കാരനെ തന്നെ അഫക്റ്റ് ചെയ്തു. നമ്മുടെ കോടതി പറഞ്ഞു, എൻ്റെ പൊന്നളിയ ഷോ ഇറക്കല്, വേണമെങ്കിൽ നീ ജീവനം കൊണ്ടിറങ്ങി ഓടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചകത്തിട്ട് പൂട്ടികളയെന്ന് കോടതി വീണ്ടും പറഞ്ഞപ്പോൾ നമ്മുടെ ബോച്ച വന്നിട്ട് നിരപാധികം മാപ്പേ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്ക് മാറ്റി പറയുന്ന പുള്ളിക്ക് പുതിയ സംഭവമല്ല. നമുക്ക് എന്തായാലും പുള്ളി ഇപ്പോൾ കിടന്ന് മെഴുകുന്നതും കൂടെ ഒന്ന് കാണാം. എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറിപ്പോയി. എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്, ഒന്ന് ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. ഇന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിന് വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് അനുവദിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡിന് കുറേ എന്താ പറയുക, ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് സംഭാഷണങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത്. എൻ്റെ ഫ്രം ദ ഹാർട്ട്, എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. അതെ, പുള്ളിയുടെ ഉദ്ദേശശുദ്ധി എല്ലാവർക്കും നല്ലതാണെന്നുള്ളതാണ്. കാരണം പുള്ളിയുടെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കുള്ളൊരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവണം. നന്മയുള്ള ഉദ്ദേശശുദ്ധി, ജനങ്ങൾക്കുള്ള ഉദ്ദേശശുദ്ധി. ഇവിടെ ഒരു ജ്വല്ലറി വരുന്നതെന്ന് പറയണം, ആൾക്കാർ വന്ന് വാങ്ങണം, അവർക്ക് നല്ല നല്ല ഡിസൈൻ കേൾക്കണം, അത് മറ്റൊരു ഉദ്ദേശശുദ്ധി. ഇനി അവിടെ വന്ന് നിന്ന നിരവധി കാണികളുണ്ട്, അവർക്ക് മറ്റൊരു ഉദ്ദേശശുദ്ധി, അവർക്കൊരു സന്തോഷം കിട്ടണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഇങ്ങനെയുള്ള കുറേ ഉദ്ദേശശുദ്ധികളിലാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. വിശ്വസിച്ചല്ലോ, എല്ലാവരും വിശ്വസിച്ചല്ലോ. ചേട്ടൻ ഇനി നല്ലോണം ആലോചിച്ച് സ്ഫുടമായിട്ട് വീട്ടിൽ നിന്ന് നോട്ടൊക്കെ എഴുതി അത് വീട്ടിൽ പോയിരുന്ന് കാണാപ്പാടം പഠിച്ച്, ഇപ്പോഴത്തെ ദ്വയാർത്ഥം അങ്ങനെ പഠിച്ചൊക്കെ പറയുന്നത്, പക്ഷേ ഇതല്ല, നല്ല കാര്യങ്ങൾ പഠിച്ചു വന്ന് പറയുമെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ന്യൂസും കൂടെ കാണാം. ആ പുള്ളിക്ക് വിമർശിച്ച കൂടി പോകാം. അതായത് ഇപ്പോൾ കേസെടുത്തപ്പോൾ കോടതി എടുത്തപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് മാധ്യമപ്പട വന്ന് ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയതാണ്, ഈ റിമാൻഡ് തടവുകാരെയൊക്കെ സംരക്ഷിക്കാൻ നിന്നതാണ് എന്ന പ്രതികരണം എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ അഭിഭാഷകൻ ഇക്കാര്യം പറഞ്ഞത്. നിങ്ങൾ ഇന്നലെ ആ ലെറ്റർ അവിടെ എത്തിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നലെ മെട്രോയുടെ പണി നടക്കുന്നതിനാൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ആ ട്രാഫിക് ബ്ലോക്ക് കാരണം സമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ശ്യാമ പറഞ്ഞത് 6 മണിക്ക് അഭിഭാഷകൻ അവിടെ എത്തി എന്നുള്ളതാണ്. കയ്യിലിരിപ്പാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ കാണിച്ചത്. നിരുപാധികം മാപ്പപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ ഇതിനിടെ പറയുകയുണ്ടായി. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടി എന്ന് ഹൈക്കോടതി പറയുന്നു. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ അതിന് മറുപടിയായി പറയുന്നു. നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു. ജയിലിന് പുറത്തേക്ക് വന്നത് ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ കിട്ടിയതുപോലെ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അത് മറ്റേ മെൻസ് അസോസിയേഷന്റെ ആ ചങ്ങാതി വന്ന് പടക്കം പൊട്ടിച്ച് മാലയൊക്കെ ഇടാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോഴേ പറഞ്ഞതാണ് ബോബിക്ക് അത് പണിയാകും, പാരയാകുമെന്ന്. അതിപ്പോൾ ബോബിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഏതായാലും കൊള്ളാം. ചില ആളുകളൊക്കെ കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം ചില വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിന് പോയി, അല്ലെങ്കിൽ ചില ആൾക്കാർ സുഖചികിത്സയ്ക്ക് വേണ്ടി ചില ആയുർവേദ കേന്ദ്രങ്ങളിൽ പോകുന്ന പോലെ പുള്ളിക്കാരൻ ഈ ജയിലിലേക്ക് പോയി അവിടെ നിന്ന് കിട്ടിയ സുഖചികിത്സ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വേറൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയില്ല, അങ്ങനെ ആയിരിക്കരുത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാലും
ഈ പുള്ളി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നളിയന്മാരെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഇയാൾ നന്നാവുന്നൊന്നും. ഈ പുള്ളിക്കാരൻ ഇനി വന്നിട്ട് ഈ ദ്വയാർത്ഥം ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന പോലത്തെ സാധനങ്ങൾ അടിയും. ഇല്ലെങ്കിൽ പുള്ളിക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും നൂലാമാലകളായിട്ട് വരും. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പറന്നുപോയ കിളിയും ലൂസായ പിരിയും എത്രയും പെട്ടെന്ന് ശരിയാകാനായിട്ട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം.